തിരക്കുള്ള നിരത്തിലൂടെ ഒഴുകി നീങ്ങും പോലെ വളരെ സാവധാനമാണ് ആ കാർ ഓടുന്നത്. ചിന്തകൾ കനം പിടിച്ച മനസ്സുമായി സത്യപ്രതാപൻ ഡ്രൈവിംഗിൽ മുഴുകിയിരിക്കുകയാണ്. കോ ഡ്രൈവർ സീറ്റിൽ വിൻഡോ ഗ്ലാസ്സിലേക്ക് തലചായ്ച്ച് ഉറങ്ങുന്നുണ്ട് രേണുക. അയാൾ റിയർ വ്യൂ മിററിലൂടെ ബാക്കിലെ സീറ്റിലേക്ക് നോക്കി. നീളൻ സീറ്റിൽ ചുരുണ്ടുകൂടി കിടക്കുകയാണ് നദി. ശാന്തമായി ഉറങ്ങുന്ന അവളുടെ നിഷ്കളങ്കത നിറഞ്ഞ കുഞ്ഞു മുഖത്തേക്ക് അയാൾ കുറച്ചുനേരം നോക്കി. രേണുകയുടെ അമ്മയുടെ മുഖഛായ എവിടെയൊക്കെയോ നദിയിൽ അയാൾ കണ്ടു. എന്നാൽ നീളൻ മൂക്കും വിടർന്ന ചുണ്ടുകളും മഹാദേവൻ്റെതാണെന്ന് അയാൾക്ക് തോന്നി. നിന്റെ ഗർഭത്തിലിരിക്കുന്നത് എൻ്റെ കുഞ്ഞല്ല എന്ന് പറഞ്ഞവന് ദൈവം കൊടുത്ത തിരിച്ചടി. യാമിയുടെ ഒരു ഛായയും ഇല്ലാത്ത മകൾ, അച്ഛനെയും മുത്തശ്ശിയെയും പറിച്ചു വെച്ചതുപോലെയുള്ള മുഖം. പുറമേ നിന്നൊരാൾക്ക് നോക്കിയാൽ മനസ്സിലായില്ലെങ്കിലും മഹിയെ അടുത്തറിയുന്നവർക്കെല്ലാം മനസ്സിലാകും ഈ കുട്ടിക്ക് അവനുമായി എന്തോ ബന്ധമുണ്ടെന്ന്. അയാളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. വെറുതെയല്ല പഴമക്കാർ പറയുന്നത്, അച്ഛനെപ്പോലെ മക്കൾ ജനിച്ചാൽ അമ്മയ്ക്ക് ചീത്തപ്പേരുണ്ടാവില്ലെന്ന്. അങ്ങനെ ചിന്തിച്ചതും അയാൾക്ക് പിന്നെയും ചിരി വന്നു. മഹി, നീ തട്ടിക്കളഞ്ഞ നിന്റെ മകളെ എൻ്റെ മകളായി വളർത്താൻ പോവുകയാ ഞാൻ. അതും നിന്റെ കൺമുന്നിൽ. നിന്നോട് എനിക്ക് ഒരു കാലത്തും ക്ഷമിക്കാൻ കഴിയില്ലടാ. കാർത്തിയെ വിളിച്ചു വരുത്തി അവനവൻ്റെ അമ്മയെ ഒരു നോക്ക് നീ കാണിച്ചു കൊടുത്തിരുന്നെങ്കിൽ എന്നെങ്കിലുമൊക്കെ ഞാൻ നിന്നോട് ക്ഷമിക്കുമായിരുന്നു. ഇപ്പോൾ നീ ചെയ്ത തെറ്റിന് ഒരു കാലത്തും നീ മാപ്പർഹിക്കുന്നില്ല. പല്ലുകൾക്കിടയിൽ ഇട്ടമർത്തിയാണ് അയാൾ അത്രയും ഉരുവിട്ടത്. ഒരു ദിവസമെങ്കിലും മുൻപേ ആ കത്ത് വായിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിലെന്ന് അയാൾ ആ നിമിഷവും മനസ്സിനെ ശപിച്ചു. സ്വന്തം മോളെ ഓർത്ത് എത്ര ഉരുകിയിട്ടുണ്ടാവും യാമി. എത്ര ഹൃദയവേദനയോടെ ആയിരിക്കും അവൾ അങ്ങനെ ഒരു കടുത്ത തീരുമാനം എടുത്തിട്ടുണ്ടാവുക. രാജകുമാരിയെപ്പോലെ ജീവിക്കേണ്ടവളല്ലേ അനാഥയെപ്പോലെ ഈ കിടക്കുന്നത്. അമ്മയെക്കുറിച്ച് ഓർത്തല്ലാതെ ഇനി നിന്റെ കണ്ണു നിറയാൻ ഞാൻ സമ്മതിക്കില്ല. നിന്നെ ഞാനും ഒരു രാജകുമാരിയായി തന്നെ വളർത്തും മോളെ. ഇപ്പോഴെനിക്ക് 2 രാജകുമാരിമാരാണ്, ചിലങ്കയും നദിയും. ചിലങ്കയെക്കുറിച്ച് ഓർത്തപ്പോൾ അയാളുടെ ഉള്ളിൽ പെട്ടെന്ന് വാത്സല്യം നിറഞ്ഞു. ക്ലാസ് കഴിഞ്ഞ് ഇന്നെത്തും എന്നാണ് പറഞ്ഞിരുന്നത്. എത്തിയില്ലായിരിക്കുമോ? ഇതുവരെ വിളിച്ചില്ലല്ലോ. ഓ, ചിലപ്പോൾ അവൾ അമ്മയെ വിളിച്ചിട്ടുണ്ടാവും. അയാൾ ഫോണെടുത്ത് വീട്ടിലേക്ക് വിളിച്ചു. ശങ്കരേട്ടാ, മോളെത്തിയോ? ഉവ്വ് കുഞ്ഞെ, 1 മണിക്കൂർ കഴിഞ്ഞു. എവിടെ എത്തി? ഇങ്ങെത്താറായോ? ജംഗ്ഷനിലെത്തി. 1/2 മണിക്കൂറിനുള്ളിൽ ഞങ്ങൾ വീട്ടിലെത്തും. ഭക്ഷണമൊക്കെ റെഡിയല്ലേ ശങ്കരേട്ടാ? അതെ, റെഡിയാണ് കുഞ്ഞെ. നിങ്ങൾ എത്തിയാൽ മാത്രം മതി. ഒരു പുഞ്ചിരിയോടെ ഫോൺ വെച്ചതിന് ശേഷം അയാൾ രേണുകയെ നോക്കി. അവിടെ ഇപ്പോഴും ഉണരാനുള്ള സാധ്യതയൊന്നുമില്ല. 1/2 മണിക്കൂറിനുള്ളിൽ ഗേറ്റിന് മുന്നിൽ ഹോണടി കേട്ടതും ശങ്കരേട്ടൻ വേഗം മുറ്റത്തേക്ക് ഓടിയിറങ്ങി ചെന്നു. ശങ്കരേട്ടൻ തുറന്നു കൊടുത്ത ഗേറ്റിലൂടെ കാർ ഉള്ളിലേക്കെടുത്തു. രേണു, എഴുന്നേൽക്ക്, വീടെത്തി. അയാൾ കൈയെത്തിച്ച് തട്ടി വിളിച്ചതും രേണുക പെട്ടെന്ന് കണ്ണുകൾ തുറന്നു. അപ്പോഴേക്കും ശങ്കരേട്ടൻ രേണുകയിരുന്ന ഭാഗത്തെ ഡോർ തുറന്നിരുന്നു. ശങ്കരേട്ടനെ കണ്ടതും രേണുക ഒന്ന് ചിരിച്ചു. ചില്ല് വന്നില്ലേ ശങ്കരേട്ടാ? ഞാൻ വിളിച്ചപ്പോൾ അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ രേണുക ചോദിച്ചു. വന്നു കുഞ്ഞെ, ബദ്രി കുഞ്ഞിൻ്റെ കൂടെയാ ചില്ലുമോൾ വന്നത്. എന്നിട്ട് ബദ്രിയുടെ? സത്യപ്രതാപൻ്റെ ആയിരുന്നു ആ ചോദ്യം. അകത്തുണ്ട്. അതിന് മറുപടിയായി അയാൾ കനത്തിലൊന്ന് മൂളി. രേണുക ബാക്കിലെ ഡോർ തുറന്നു. നദി മോളെ. 2-3 വട്ടം തട്ടി വിളിക്കേണ്ടി വന്നു നദി കണ്ണു തുറക്കാൻ. എഴുന്നേൽക്ക്, നമ്മുടെ വീടെത്തി. അവൾ സീറ്റിലിരുന്നു കൊണ്ട് ചുറ്റുപാടും ഒന്ന് നോക്കി. ബ്ലാക്കും റെഡും വൈറ്റും ഇടകലർന്ന പെയിൻ്റടിച്ച വിശാലമായ മുറ്റത്താണ് കാർ നിൽക്കുന്നത്. മുന്നിൽ തലയെടുപ്പോടെ ഉയർന്നു നിൽക്കുന്ന മനോഹരമായ 3 നില സൗധത്തിലേക്ക് അവളുടെ മിഴികൾ പാഞ്ഞു. മോളെ ഇറങ്ങ്, കുളിച്ചിട്ട് ഭക്ഷണം കഴിക്കണം. അതിനുശേഷം കുറച്ച് മരുന്നുകളൊക്കെ കഴിക്കാനുണ്ട്. രേണുക പിന്നെയും നിർബന്ധിച്ചപ്പോൾ നദി പതിയെ സീറ്റിൽ നിന്നും പുറത്തേക്കിറങ്ങി. ശങ്കരേട്ട, ബാക്കിൽ നിന്നും ബാഗുകൾ എടുക്കാനുണ്ട് കേട്ടോ. അത് കേട്ടതും ശങ്കരേട്ടൻ കാറിന് ബാക്കിലേക്ക് നടന്നു. നദിയുടെ കൈ പിടിച്ച് അകത്തേക്ക് കയറുമ്പോഴാണ് അകത്തു നിന്നൊരുവൾ പാഞ്ഞു വന്ന് രേണുകയുടെ നെഞ്ചിലേക്ക് വീണത്. അമ്മക്കുട്ടി എന്ന് വിളിച്ചുകൊണ്ടവൾ രേണുകയുടെ കവളിലേക്ക് ചുണ്ടുകൾ ചേർത്തു. നേർത്തൊരു പുഞ്ചിരി തിരികെ കൊടുത്തുകൊണ്ട് രേണുക അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. നദി ഒന്നും മിണ്ടാതെ തറയിലേക്ക് നോക്കി നിൽക്കുകയാണ്. കെട്ടിപ്പിടിച്ചു നിൽക്കുന്നത് അമ്മയും മകളുമാണെന്ന് അവൾക്ക് മനസ്സിലായി. ഒരു നിമിഷം അവൾക്ക് യാമിനിയെ ഓർമ്മ വന്നു. അതോടെ 2 കണ്ണുകളും നിറഞ്ഞു തുളുമ്പി. രേണുകയ്ക്ക് പെട്ടെന്ന് തന്നെ നദിയുടെ ഭാവമാറ്റം മനസ്സിലായി. രേണുക നദിയെ നോക്കിക്കൊണ്ട് ദയനീയമായി ചിലങ്കയെ നോക്കി. ചിലങ്കയ്ക്ക് ഒരു നിമിഷമെടുത്തു കാര്യങ്ങൾ മനസ്സിലാവാൻ. അവൾ പൊടുന്നനെ നദിയുടെ അടുത്തേക്ക് നീങ്ങി നിന്ന് അവളുടെ കൈ പിടിച്ചു. വിവരങ്ങളെല്ലാം രേണുക ചിലങ്കയെ വിളിച്ച് അറിയിച്ചിരുന്നതിനാൽ നദിയെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. നദി വാ, അത്രമാത്രം പറഞ്ഞുകൊണ്ട് ചിലങ്ക അവളെ അകത്തേക്ക് കൂട്ടി. ഒന്നും മിണ്ടാതെ നദി അവളെ അനുഗമിച്ചു.
ശങ്കരേട്ടൻ കാറിൽ നിന്നും ബാഗുകൾ ഇറക്കിയതും സത്യപ്രതാപൻ കുറച്ചു ദൂരെ മാറി നിൽക്കുന്ന കാർ പോർച്ചിലേക്ക് കാർ കൊണ്ടുവന്നിട്ടു. കാർ ലോക്ക് ചെയ്തിറങ്ങുമ്പോൾ അരികിൽ കിടക്കുന്ന ബദ്രിയുടെ കാറിലേക്ക് അയാൾ ഒന്ന് നോക്കി. ചില്ലു, മോൾക്ക് വേറെ റൂം കൊടുക്കണോ അതോ നിന്റെ റൂം തന്നെ മതിയോ? രേണുക ചോദിച്ചതും ചിലങ്ക ഒന്ന് തിരിഞ്ഞു നിന്നു. എന്തിനാമേ വേറെ റൂം? ഞാനും നദിയും എൻ്റെ റൂം യൂസ് ചെയ്തോളാം. 2 ആഴ്ച കഴിഞ്ഞാൽ ഞാനങ്ങ് പോയില്ലേ, അപ്പോഴേക്കും നദി ഇവിടെ സെറ്റായിക്കോളും. എങ്കിൽ മോളെ റൂമിൽ കൊണ്ടുപോയി കുളിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യൂ. ശങ്കരേട്ട, ബാഗൊക്കെ ചില്ലുമോളുടെ റൂമിലേക്ക് വെച്ചോളൂ. ആദ്യം ചിലങ്കയോടും പിന്നെ ശങ്കരേട്ടനോടുമായി രേണുക പറഞ്ഞു. ചിലങ്ക നദിയെയും കൊണ്ട് മുകളിലേക്കുള്ള സ്റ്റെപ്പുകൾ കയറി. അപ്പോഴേക്കും ശങ്കരേട്ടൻ നദിയുടെ ബാഗ് ചിലങ്കയുടെ റൂമിലേക്ക് എത്തിച്ചിരുന്നു. റൂമിലേക്ക് കടന്നതും ചിലങ്ക നദിയെ ബെഡിലേക്ക് പിടിച്ചിരുത്തി. ഒറ്റ നോട്ടത്തിൽ വലിയൊരു റൂമാണ് അതൊന്നും മനസ്സിലായെങ്കിലും അതിൻ്റെ ഭംഗിയൊന്നും അളക്കാൻ പറ്റിയ മാനസികാവസ്ഥയിലല്ലല്ലോ അവൾ. നദി, നിനക്കിപ്പോൾ എത്ര വയസ്സായി? 22. അപ്പോൾ ഞാനാണ് ചേച്ചി, എനിക്ക് 25 കഴിഞ്ഞു. ചിലങ്ക അങ്ങനെ പറഞ്ഞതും നദി അവളെ ഒന്ന് കണ്ണുകൾ വിടർത്തി നോക്കി. ആ വിടർന്ന കണ്ണുകൾ ചിലങ്കയ്ക്ക് ഒത്തിരി ഇഷ്ടമായി. നദിക്കുട്ടി, കരയരുതെന്ന് ഞാൻ പറയില്ല. കരഞ്ഞോളൂ, മനസ്സിലെ സങ്കടം മുഴുവൻ കരഞ്ഞുകൊണ്ട് ഒഴുക്കി കളഞ്ഞോളൂ. 1 ആഴ്ച മാത്രം ഞാൻ സമയം തരും. അതിനുള്ളിൽ ഉള്ളിലെ വേദനകളെല്ലാം കണ്ണുനീരിൽ കഴുകിക്കളയണം. പിന്നീട് ചേച്ചിയുടെ കുട്ടി കരയരുത്, ജീവിതത്തിൽ ഒരിക്കലും കരയരുത്. നദി തളർന്ന മിഴികളോടെ അവളെ തന്നെ നോക്കിയിരുന്നു. എന്നെ സ്വന്തം ചേച്ചിയായി കരുതുക. എന്ത് സങ്കടം വന്നാലും എൻ്റെ നെഞ്ചിൽ ചാരി നിന്ന് മാത്രം കരഞ്ഞാൽ മതി. ഞാനുണ്ട് കൂടെ, കേട്ടോ? ചിലങ്ക അത്രയും പറയുമ്പോഴേക്കും നദിയുടെ കണ്ണുകൾ നിറഞ്ഞു കഴിഞ്ഞിരുന്നു. ചെല്ലി പോയി കുളിച്ചിട്ട് വാ, ചൂടുവെള്ളം എടുത്താൽ മതി, കുറച്ച് ഉന്മേഷം കിട്ടും. നദി പതിയെ എഴുന്നേറ്റ് ബാഗിൽ നിന്നും കുളിച്ചു മാറ്റാനുള്ള ഡ്രസ്സ് എടുത്തു. ബാഗ് മേശപ്പുറത്തേക്ക് വെച്ചോ, നാളെ അതിലുള്ളതെല്ലാം നമുക്ക് ഷെൽഫിലേക്ക് വയ്ക്കാം. നദി പതിയെ തലയാട്ടിക്കൊണ്ട് ബാഗെടുത്ത് മേശപ്പുറത്തേക്ക് വെച്ചു. അതിനുശേഷം കുളിക്കാൻ വാഷ്റൂമിലേക്ക് കയറി. ചിലങ്ക പറഞ്ഞതുപോലെ അവൾ ചൂടുവെള്ളമൊന്നും എടുത്തില്ല. പച്ചവെള്ളത്തിൽ തന്നെയാണ് കുളിച്ചത്. ഷവർ തുറന്നിട്ട് അവൾ കുറേ നേരം കരഞ്ഞു. ഇനി ഒരിക്കലും കൂടെ അമ്മ ഉണ്ടാവില്ലല്ലോ എന്നോർത്തപ്പോൾ അവൾക്ക് അവളെ തന്നെ നിയന്ത്രിക്കാൻ കഴിയാതെയായി. 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടും ഇറങ്ങാതെ ആയപ്പോൾ ചിലങ്ക ഡോറിൽ തട്ടി. മതി കുളിച്ചത്, ഇനി നാളെ കുളിക്കാം. അവൾ വാഷ്റൂമിലിരുന്ന് കരയുകയാണെന്നറിയാമെങ്കിലും ചിലങ്ക അങ്ങനെയാണ് പറഞ്ഞത്. അല്പനേരം കഴിഞ്ഞതും നദി ഡോർ തുറന്നിറങ്ങി. തല നനച്ചോ? എന്തിനാ ഇപ്പോൾ തല നനച്ചത്? കരച്ചിലും ഈ നേരത്തുള്ള കുളിയുമൊക്കെ വല്ല പനിയും ക്ഷണിച്ചു വരുത്തും. വാ, മുടി ഒന്നുകൂടെ തോർത്തി തരാം. ചിലങ്ക നദിയുടെ സമ്മതം നോക്കാതെ അവളുടെ കയ്യിൽ നിന്നും ടർക്കി വാങ്ങി മുടി നന്നായി തോർത്തി കൊടുത്തു. എതിർപ്പൊന്നും കൂടാതെ നദി ചിലങ്കയോട് സഹകരിച്ചു നിന്നു. കുഞ്ഞേ, രേണുകാമ്മ ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നുണ്ട്. വാതിൽക്കൽ നിന്നും ഒരു സ്ത്രീ സ്വരം കേട്ടാണ് നദി അങ്ങോട്ട് നോക്കിയത്. ഒരു 30-35 പ്രായം വരുന്ന ഇരുനിറമുള്ള സ്ത്രീയാണ് മുന്നിൽ നിൽക്കുന്നത്. ആ സീതേച്ചി, ഞങ്ങളിപ്പോൾ വരാം. ചിലങ്ക അങ്ങനെ പറഞ്ഞതും സീത താഴേക്ക് ഇറങ്ങിപ്പോയി. വാ, നമുക്ക് താഴേക്ക് പോകാം, അച്ഛനും അമ്മയും കാത്തിരിക്കുന്നുണ്ടാവും. ഉണങ്ങിയ ഒരു തോർത്തെടുത്ത് നദിയുടെ മുടിയിൽ ചുറ്റിക്കെട്ടി കൊടുത്തുകൊണ്ട് ചിലങ്ക നദിയെ കൂട്ടി താഴേക്ക് പോയി. സീത, ബദ്രിയെ വിളിച്ചില്ലേ? ഡൈനിങ് ടേബിളിൽ ചിലങ്കയ്ക്കും നദിക്കും വെയിറ്റ് ചെയ്തിരിക്കുന്നതിനിടയിൽ രേണുക വിളിച്ചു ചോദിച്ചു. സത്യപ്രതാപൻ ചപ്പാത്തി കഴിക്കുന്നുണ്ട്. ഉവ്, ഇപ്പോൾ വരും. സീത പ്ലേറ്റുകൾ ടേബിളിൽ വയ്ക്കുന്നതിനിടയിൽ പറഞ്ഞു. ചിലങ്കയും നദിയും സ്റ്റെപ്പ് ഇറങ്ങി വരുന്നത് നോക്കിയിരിക്കുകയായിരുന്നു രേണുക. അവർക്ക് പിറകിൽ ബദ്രി വരുന്നത് കണ്ട് അവനെ നോക്കി പുഞ്ചിരിച്ചു. രേണുക നദിയെ തൻ്റെ അരികിലേക്ക് പിടിച്ചിരുത്തി. അവൾക്ക് നേരെ ഓപ്പോസിറ്റായി ബദ്രിയും അവൻ്റെ അടുത്ത് ചിലങ്കയും ഇരുന്നു. തൻ്റെ മുന്നിൽ ഇരിക്കുന്ന ബദ്രിയെ നദി കണ്ടിരുന്നില്ല. രേണുക നദിയുടെ പ്ലേറ്റിലേക്ക് 2 ചപ്പാത്തി എടുത്തു വെച്ചു. ഉടനെ തന്നെ അവൾ അതിലൊന്ന് തിരികെ വെച്ചു. മോളെ എന്ന് രേണുക പറയുമ്പോഴേക്കും സത്യപ്രതാപൻ അവരുടെ കൈത്തണ്ടയിൽ കൈയമർത്തി. രേണുക അയാളെ നോക്കിയതും ഒന്നും പറയണ്ടെന്ന് അയാൾ ആംഗ്യം കാണിച്ചു. അതോടെ രേണുക പിന്നെ ഒന്നും പറഞ്ഞില്ല. ചിലങ്ക ബദ്രിയുടെ പ്ലേറ്റിലേക്ക് ചപ്പാത്തിയും കറിയും ഒഴിച്ചു കൊടുത്തു. ഒപ്പം കൈയെത്തിച്ച് നദിയുടെ പ്ലേറ്റിലേക്കും അവൾ തന്നെ കറി ഒഴിച്ചു കൊടുത്തു. ഭക്ഷണം കഴിക്കാനൊന്നും തോന്നുന്നില്ലെങ്കിലും അവൾ എങ്ങനെയൊക്കെയോ ആ ചപ്പാത്തി കഴിച്ചു. മൗനം നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ടാകാം ഡൈനിങ് ടേബിളിൽ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ശബ്ദം മാത്രം ഉയർന്നു കേട്ടത്. ബദ്രിയുടെ കഴിഞ്ഞതും അവൻ എഴുന്നേറ്റു. എന്താ ഇത്ര കുറച്ച്? 2 ചപ്പാത്തി കൂടെ കഴിക്കും ബദ്രി. രേണുക അങ്ങനെ പറഞ്ഞതും നദി തലയുയർത്തി മുന്നിലേക്ക് നോക്കി. അതേസമയം തന്നെയാണ് അവനും അവളുടെ നേർക്ക് നോക്കിയത്. അവളുടെ കണ്ണിലെ ആശ്ചര്യത്തിലേക്കാണ് അവൻ നോക്കിയത്. താനെന്താണ് ഇവിടെ എന്നാണ് അവളുടെ കണ്ണുകളിൽ നിറഞ്ഞു നിൽക്കുന്നത് എന്ന് തോന്നിയതും അവൻ അവളുടെ നേർക്ക് ഇരുകണ്ണും അടച്ചു കാട്ടി. അതോടെ അവൾ പ്ലേറ്റിലേക്ക് തന്നെ മിഴികൾ താഴ്ത്തി. ബദ്രിക്ക് പിന്നാലെ സത്യപ്രതാപനും എഴുന്നേറ്റ് കൈ കഴുകാൻ പോയി. ബദ്രി പൂമുഖത്തേക്ക് നടന്നതും ചിലങ്ക നദിയെ കൂട്ടി വാശേരിയിലേക്ക് പോയി. പിന്നാലെ രേണുകയും. എല്ലാവരും എഴുന്നേറ്റതും സീത പ്ലേറ്റുകൾ എടുത്ത് ടേബിൾ വൃത്തിയാക്കാൻ തുടങ്ങി. ചില്ലു, മോളുടെ ബാഗിലെ പുറത്തെ കള്ളിയിൽ മെഡിസിൻ ഇരിപ്പുണ്ട്, എടുത്തു കൊടുത്തിട്ട് 2 ആളും കിടന്നോ.
രേണുക പറഞ്ഞതിന് തലയാട്ടിക്കൊണ്ട് ചിലങ്ക നദിയെ കൂട്ടി മുകളിലേക്ക് പോയി. നദിക്ക് മെഡിസിൻ എടുത്തു നൽകുമ്പോഴാണ് മൊബൈലിൽ വാട്സാപ്പ് മെസ്സേജ് വന്നതിൻ്റെ ശബ്ദം ചിലങ്ക കേട്ടത്. അവൾ ബ്ലൂടൂത്ത് ഓൺ ചെയ്ത് ചെവിയിലേക്ക് വെച്ചു. എന്നിട്ട് വോയിസ് ഓൺ ചെയ്തു. ചിലങ്ക, എൻ്റെ കുഞ്ഞവിടെ എത്തിയില്ലേ? അവളെ ചേർത്ത് പിടിക്കണേടി. ഒത്തിരി സങ്കടപ്പെട്ടിരിക്കുന്ന സമയമാണ്. നിന്നെക്കൊണ്ട് പറ്റുന്ന പോലെ കെയർ ചെയ്യണം. അവളുടെ വിവരങ്ങൾ അപ്പപ്പോൾ എന്നെ അറിയിക്കണം. ഈ ഒരു രാത്രി എങ്ങനെ എൻ്റെ കുഞ്ഞ് അതിജീവിക്കുമെന്നോർത്ത് എൻ്റെ ഉള്ളു പൊള്ളുന്നുണ്ട്. കാർത്തിയുടെ സങ്കടം നിറഞ്ഞ സ്വരം കാതിലേക്ക് വന്നതും ചിലങ്കയ്ക്ക് ബദ്രിയെ കാണണമെന്ന് തോന്നി. അവൻ്റെ നെഞ്ചിൽ മുഖമമർത്തി കരയാൻ തോന്നി.